ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. അർബുദം അഥവാ ക്യാൻസർ എത്രയും വേഗം തിരിച്ചറിയപ്പെടുന്നു അത്രയും അപകട സാധ്യത കുറയ്ക്കും. ചികിത്സ എളുപ്പവും ഫലപ്രദവുമാകും. രോഗമുക്തി വേഗത്തിലാകും. പക്ഷെ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നത് എളുപ്പമല്ല. അതിന് രോഗലക്ഷണങ്ങളെ കുറിച്ച് ആളുകൾക്ക് വ്യക്തമായ അവബോധം ഉണ്ടാകണം. വെറും ഉച്ഛ്വാസവായുവിലൂടെ ശ്വാസകോശ അർബുദം തിരിച്ചറിയാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ആലോചിച്ചു നോക്കൂ. അത് സാധിക്കുമെന്നാണ് പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അൾട്രാ സെൻസിറ്റീവായ മോണിറ്ററുകൾക്ക് ഉച്ഛ്വാസവായുവിലൂടെ ശ്വാസകോശ ക്യാൻസർ തിരിച്ചറിയാൻ സാധിക്കുന്ന കാലം വിദൂരമല്ല. ഇത് സംബന്ധിച്ച് ചെറിയ തോതിൽ നടന്ന ഒരു പരീക്ഷണത്തിൽ അത്തരം ഒരു ഉപകരണം ശ്വാസകോശ ക്യാൻസർ കൃത്യമായി തിരിച്ചറിഞ്ഞു എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ക്യാൻസർ ഇല്ലാത്ത 8 പേരെയും ക്യാൻസർ ഉള്ള 5 പേരെയും ഈ മോണിറ്റർ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. വികസനം ചൈനയിലെ ജൻജാങ് സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകരാണ് ഈ ഉപകരണം വികസിപ്പിച്ചത്. ഐസോപ്രീൻ എന്ന സംയുക്തത്തെ അടിസ്ഥാനമാക്കിയാണ് ഉപകരണം ക്യാൻസർ കണ്ടെത്തുന്നത്. ഉച്ഛ്വാസവായുവിൽ ഐസോപ്രീന്റെ അളവ് കുറവാണെങ്കിൽ അത് ശ്വാസകോശ ക്യാൻസറിന്റെ ലക്ഷണമാണ്. എന്നാൽ നേരിയ തോതിലുള്ള വ്യത്യാസം അളക്കാൻ പ്രയാസവുമാണ്. ക്യാൻസർ തിരിച്ചറിയാൻ ഈ ആശയം ഫലപ്രദമാണെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ഉപകരണം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഫലപ്രദമാക്കാനും സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. കുറഞ്ഞ ചെലവിൽ ഇത്തരം ഒരു ഉപകരണം വിപണിയിൽ എത്തുന്നത് ശ്വാസകോശ ക്യാൻസർ വേഗത്തിൽ തിരിച്ചറിയുന്നതിനും ചികിത്സ നേടുന്നതിനും സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. ചിലവ് കുറഞ്ഞതും ശ്വാസവായു ഉപയോഗിച്ച് ക്യാൻസർ സ്ക്രീനിംഗ് സാധ്യമാക്കുന്നതുമായ ഉപകരണം എന്ന നിലയ്ക്കും മാത്രമല്ല, വാതകങ്ങളെ തിരിച്ചറിയുന്നതിന് വളരെ കാര്യക്ഷമമായ ഡിസൈൻ എന്ന നിലയ്ക്കും ഈ ഉപകരണം പ്രധാന അർഹിക്കുന്നതായി ഉപകരണം വികസിപ്പിച്ചെടുത്ത ഗവേഷകർ അവകാശപ്പെടുന്നു. പ്രവർത്തനം വളരെ കൃത്യതയോടെ ഐസോപ്രീന്റെ അളവ് തിരിച്ചറിയുന്നതിനായി നാനോഫ്ലെക്സ് ആണ് ഗവേഷകർ വികസിപ്പിച്ചത്. പ്ലാറ്റിനം, ഇൻഡിയം, നിക്കൽ, ഓക്സിജൻ എന്നിവ സമന്വയിപ്പിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നിശ്വാസവായുവിലെ ഐസോപ്രീൻ നാനോഫ്ലെക്സിൽ തട്ടുമ്പോൾ അതിന്റെ അളവിനനുസരിച്ച് ഇലക്ട്രോണുകൾ പുറന്തള്ളപ്പെടുന്നു. ഇത് കൃത്യമായി അളക്കാൻ സാധിക്കും. 2 ppb വരെ കുറഞ്ഞ ഐസോപ്രീൻ അളക്കാൻ ഈ സെൻസറിന് സാധിക്കും. നിലവിലെ സാങ്കേതിക വിദ്യ കൊണ്ട് പരമാവധി സാധിക്കുക അത്ര തന്നെയാണ്. പരീക്ഷണത്തിൽ പങ്കെടുത്ത 13 പേരിൽ 5 പേർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. നിശ്വാസവായുവിൽ ഇവരുടെ ഐസോപ്രീന്റെ അളവ് 40 ppb ആയിരുന്നു. എന്നാൽ രോഗമില്ലാത്ത ബാക്കിയുള്ളവർ ഐസോപ്രീൻ 60 ppb കൂടുതലായിരുന്നു. ഐസോപ്രീൻ ഉണ്ടാക്കുന്നത് എങ്ങനെ? ശ്വാസകോശ ക്യാൻസർ ശരീരത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ ശരീരത്തിലെ ചില പ്രധാന പ്രക്രിയകളെ സ്വാധീനിക്കുന്നു. ആ മാറ്റങ്ങൾ ശരീരത്തിൽ ഐസോപ്രീന്റെ അളവിനെ ബാധിക്കുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും അധികം ക്യാൻസർ ബാധിത മരണങ്ങൾ ഉണ്ടാകുന്നത് ശ്വാസകോശ ക്യാൻസറിലൂടെയാണ്. പുകവലിയാണ് ശ്വാസകോശ ക്യാൻസറിന്റെ പ്രധാന കാരണം. 2020 ലോകത്തിൽ 18 ലക്ഷം ആളുകൾ ശ്വാസകോശ ക്യാൻസർ മൂലം മരണമടഞ്ഞു എന്നാണ് കണക്ക്. വളരെ വൈകി മാത്രം തിരിച്ചറിയപ്പെടുന്ന ക്യാൻസറുകളിലും ശ്വാസകോശ ക്യാൻസർ മുൻപന്തിയിലാണ്. വൈകി രോഗി തിരിച്ചറിയപ്പെടുന്നത് ചികിത്സാ ഫലത്തെയും ബാധിക്കുന്നു. ശ്വാസകോശ ക്യാൻസർ നിർണയത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന കണ്ടുപിടുത്തമാണെങ്കിലും ഈ ഉപകരണം സാധാരണക്കാരിലേക്ക് എത്തുന്നതിന് ഏറെ ദൂരം ഇനിയും പോകേണ്ടതുണ്ടെന്നും ഗവേഷകർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ക്യാൻസറുമായി ബന്ധപ്പെട്ട മരണങ്ങളുടെ പ്രധാന കാരണം ശ്വാസകോശ അർബുദമാണ്. ഇത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെ ഇടയിൽ ഏറ്റവും ഉയർന്ന മരണനിരക്കിന് കാരണമാകുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സാ ഓപ്ഷനുകൾ പരിമിതമായിരിക്കുമ്പോൾ ശ്വാസകോശ അർബുദം പലപ്പോഴും വിപുലമായ ഘട്ടങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ശ്വാസകോശ അർബുദം മൂലമുണ്ടാകുന്ന കേടുപാടുകൾ ശരീരത്തിന്റെ ചില പ്രധാന ഉപാപചയ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. രോഗത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ മാറ്റങ്ങൾ എങ്ങനെയെങ്കിലും ഐസോപ്രീനെ ബാധിക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. ഐസോപ്രീൻ നിലകളും ശ്വാസകോശ ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തുടർച്ചയായ ഗവേഷണം, അതേപോലെ തന്നെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ, ഉദാഹരണത്തിന് പ്രായം, ആരോഗ്യനില, സാങ്കേതിക വിദ്യയെ പരിഷ്കരിക്കാനും കൂടുതൽ വാണിജ്യവൽക്കരിക്കാനും സഹായിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. മറ്റ് രാസവസ്തുക്കൾക്കിടയിൽ പ്രത്യേകമായി ഐസോപ്രീൻ തിരിച്ചറിയാൻ നാനോഫ്ലെക്സുകൾക്ക് കഴിയുമെന്ന് ലാബ് പരിശോധനകളിൽ തെളിഞ്ഞതായി ഗവേഷകർ എടുത്തു പറയുന്നു. മാത്രമല്ല, ഈ നാനോഫ്ലെക്സുകൾക്ക് ഉയർന്ന ഈർപ്പമുള്ള അവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയും. ഇതൊരു ബ്രീത്ത് മോണിറ്ററിംഗിന് അത്യന്താപേക്ഷിതമാണ്. എന്നിരുന്നാലും ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ടെന്നും ഗവേഷകർ സമ്മതിക്കുന്നു. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.